ഹായ് ഫ്രണ്ട്സ്, ബിന്ദു ജാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണേ. ഇതിൽ വല്ല മിസ്റ്റേക്ക് വരികയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 1.5 അടി നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് ആണ്. ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ വെൽവെറ്റ് ക്ലോത്താണേ. വെൽവെറ്റ് ക്ലോത്ത്. പിന്നെ ഇത് മസ്റ്റ് അല്ല, വേണ്ടവർക്ക് ചെയ്യാമെന്നുള്ളൂ. ഇത് ഗോൾഡൻ തുണിയാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ബീഡ്സ് ഒട്ടിക്കുന്നതിൻ്റെ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് ഇതാവും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഇത് വന്നിട്ട് ക്യാൻവാസ് ഷീറ്റാണ്. ഇത് നമ്മൾ കോളർ ക്യാൻവാസ് ആണ്, നമ്മൾ ബട്ടൺ ഹൗസിലൊക്കെ കിട്ടും. ഇതാണ് നമുക്ക് അതിൽ ഈ തുണികളിലാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് കുറച്ച് സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് അതിൽ വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ബീഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് നമ്മുടെ ഹാഫ് ബീഡാണ്, കുറച്ച് വലിയ ഹാഫ് ബീഡ്സ് ആണ്. ഇത് നമുക്ക് ബോർഡർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബോർഡർ നമ്മൾ ഔട്ട്ലൈൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നീട് എന്ന് പറയുന്നത് ഇത് നമുക്ക് ത്രിമൂർത്തികൾ എന്ന് പറയും, ത്രിമൂർത്തിയാണ്. പിന്നെ ഈ രണ്ടെണ്ണം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലക്ഷ്മി പാർവതിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ബോൾസ് ആണ്. ദെൻ ഇത് വന്നിട്ട് നമ്മൾ താഴെ വെക്കുന്ന, അതായത് മൂലഗണപതി ആയിട്ട് വെക്കുന്നത് ഈ ഒരു ബോളാണ്. പിന്നെ ഇത് വന്നിട്ട് ചന്ദ്രകലകൾ. പിന്നെ ഇത് ചൂരൽപ്പടി എന്ന് പറയും. ഇത് നമ്മൾ ഈ ഈ ത്രിമൂർത്തികളെയും ലക്ഷ്മിയും പാർവതിയൊക്കെ വെച്ച ശേഷം നമ്മളത് ഡെക്കറേറ്റ് ചെയ്യാൻ അതിൻ്റെ ചുറ്റും വയ്ക്കുന്നതാണ്. ഇതാണ് ചൂരൽപ്പൊടി. പിന്നെ ഇത് വന്നിട്ട് ഫില്ലിംഗ് ബീഡ്സ് ആണ്. ഈ ബീഡ്സ് ആണ് നമ്മൾ ഇതിന് ചുറ്റും വെക്കുന്നത്. നക്ഷത്രങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. ഇത് ഈ ബീഡ്സ് വെച്ച ശേഷം വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കുഞ്ഞു ബീഡ്സ്, അതിങ്ങനെ ഓരോ ഫ്രെയിംസിലാണ് ഉണ്ടാവുക. നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് വന്നിട്ട് ഈ ബോൾസ് വന്നിട്ട് നമുക്ക് പഞ്ചഭൂതങ്ങളെയും അതുപോലെ തന്നെ സപ്തഗ്രഹങ്ങളെയും നവഗ്രഹങ്ങളെയും കാണിക്കുന്നു. പിന്നെ വേണ്ടതാണ് നമുക്ക് നൂലുകൾ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ വരുന്നത് ഫെവി ബോണ്ടാണ് ശരിക്കും ഞാൻ യൂസ് ചെയ്യണത്. ഇത് വലിയ കുഴപ്പമില്ല, അപ്പോൾ ഇതും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് B7000 ആണ്. രണ്ടായാലും കുഴപ്പമില്ല, രണ്ട് നല്ല പശകളാണ്, നന്നായിട്ട് ഒട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. താങ്ക്